കൃഷിദീപത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിന്നത് പുൽക്കല്ലൂരാണ്. പുൽക്കല്ലൂർ ശശിയേട്ടൻ്റെ കൃഷിത്തോട്ടത്തിലാണ് നിന്നത്. ഇഷ്ടംപോലെ കൃഷികൾ നമ്മൾ കണ്ടു അല്ലേ. കുമ്പളം കണ്ടു, ചരങ്ങ, വഴുതന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ അദ്ദേഹം യൂസ് ചെയ്യുന്ന പ്രത്യേകം മരുന്നും കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണിത്. വിളഞ്ഞു നിൽക്കുന്ന വെണ്ട മുതൽ അങ്ങോട്ട് വാഴ, അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വലിയൊരു, അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും, വലിയൊരു മത്സ്യകൃഷി അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളാണ് എന്നും കാണാനുള്ളത്. ശശിധരേട്ടൻ നമ്മുടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിലേട്ടാ നമസ്കാരം. വെയിൽ കൊണ്ട് ക്ഷീണിച്ച് ഇല്ല, ഞാൻ ക്ഷീണിച്ച്, നിങ്ങൾ ക്ഷീണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? അതെ, ദിവസേന കൊണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലേ. ഇതിൽ നമുക്ക് ഇനിയിപ്പോ കാണിക്കാനുള്ളത് വെണ്ടയാണ്. വെണ്ടയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാലോ? ഇത് നിലവണ്ടയാണ് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത്. നിലവണ്ട എന്ന് പറയുമ്പോൾ അടിയിൽ നിന്ന് കൈവഴിയായിട്ട് വരുന്നതാണ്. അതിന്റെ ഒരു വ്യത്യാസം എന്താണ്? ഇതിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ അടിയിൽ നിന്ന് നമ്മളിങ്ങനെ ഈ ചില്ലകളൊക്കെ ആയിട്ട് വരും അല്ലേ? പെട്ടെന്ന് അങ്ങനെ ഒരു സംഗതി കായ്ക്കും ഇതല്ലേ നമുക്ക്. അതെപ്പോ ഇതാണ്ടില്ലേ നിലവണ്ട തന്നെ ചിലത് ഇപ്പൊ പൊട്ടിക്കാൻ വൈകിട്ടാണ് അത് മൂപ്പേറിപ്പോയത്. അത് ശരി. ഒരു 5-6 വെണ്ടയ്ക്ക ഒരു മരത്തുമെന്നും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മൊത്തം എന്താ അറുത്ത് വരുമ്പോഴേക്കും നമുക്കൊരു 20 കിലോ വരെ എന്തായാലും വെണ്ടയ്ക്ക ഒരു ദിവസം കിട്ടുന്നുണ്ട്. 20 കിലോ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടോപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40 ഉറുപ്പ് വെച്ചിട്ട് 1 കിലോന് 40. 1 കിലോന് 40. അപ്പൊ 800 രൂപ അല്ലേ? 800 രൂപ രാവിലെ ഒരു 1.5 മണിക്കൂർ. ആദ്യം കുറച്ച് എഫർട്ട് ഉണ്ടെങ്കിലും കൂടി ഒരു മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഈ വെണ്ടയ്ക്ക ഇറക്കാൻ മാത്രം 1 മണിക്കൂറിലേറെ വരും. അപ്പോൾ 800 രൂപ നമ്മുടെ കൂലി കിട്ടും. അപ്പോൾ രാവിലെ കുറച്ച് നേരം പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് കൃഷിയിൽ ആദായമില്ല ആദായമുണ്ട്. പക്ഷെ അത് ഒന്നുകൂടി ഈ പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. കൃഷിക്കാരൻ വില നിശ്ചയിക്കുകയാണെങ്കിൽ ഇപ്പം 50 ഉറുപ്പ്യാണ് വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 200 ഉറുപ്പ്യ പോയതും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒന്നും കൂടി വില നിശ്ചയിക്കാനുള്ള അധികാരമൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ 50 ഉറുപ്പ്യക്ക് പുറത്ത് വെക്കണത്, അതായത് ഒരു ചിലവും ഇല്ലാതെ കണ്ട് വെറും ഒരു മണിക്കൂർ കൊണ്ടാണ് അവർ പൈസ കൊയ്യണത്. 200 രൂപ ഒരു ഒറ്റയടിക്കാണ് കൊയ്യണത്. അപ്പം നമുക്ക് ഈ നിലവണ്ട നമ്മൾ കൃഷി ചെയ്തോ നമുക്ക് നല്ലൊരു അനുഭവമാണ് കിട്ടിയത്. അപ്പം ഞാൻ ഈ വെണ്ടയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണത്. ഇതിന്റെ നമുക്ക് തൈ അല്ല ഈ വിത്തുകളൊക്കെ ഇതും ഈ പറഞ്ഞ മാതിരി ട്രിപ്പ് സിസ്റ്റമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ ഈ വെണ്ടയ്ക്ക് പാകമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അല്ലേ? ഈ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം വലുത്, ഭയങ്കര സയൻസ് ആയി അല്ലേ? ഇത് കണ്ടോ? അപ്പൊ ഇനി അതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ വിത്തിന് വേണ്ടിട്ട് യൂസ് ചെയ്യും അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് മൊത്തമായിട്ട് വെണ്ട അല്ലേ? ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് പുഷ്ടിയുള്ള വെണ്ടയാണ് അല്ലേ? അതെന്താണ് നമ്മൾ ഇത് വിത്തിന് വേണ്ടിട്ട് പറിക്കാണ്ടിരുന്നതാണോ? ഇതിന്റെ സ്വഭാവം തന്നെ നല്ല വണ്ണമുണ്ട്, നല്ല നീളമുണ്ട്. നല്ല പൊട്ടിക്കാത്ത ഒരു 2 ഏരിയ അവിടെ അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. ആണോ? പൊട്ടിക്കാത്ത നിർത്തിയിട്ടുണ്ട്. അത് നോക്കി നോക്കാം, നമുക്ക് നോക്കാം. പൊട്ടിച്ചിട്ടില്ല, 2 ഏരിയ ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിൽ എന്താ വെച്ചാൽ ഇതിൽ ഈ നമ്മൾക്ക് ഈ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഗുണം വെച്ചാൽ കളകളധികം മുളയ്ക്കില്ല. ഇതിന്റെ താഴെയുള്ള നമ്മളെ ഷീറ്റ് ഇട്ട് കൊടുക്കുന്ന അതിന് വേണ്ടി മാത്രം, വേറെ എവിടെയും പോകില്ല. മറ്റേത് കളകളോ കുറെ. അതെ, ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ചെടിയിലേക്ക് തന്നെ കയറും. അതാണ് ഇതിന്റെ ഒരു ഗുണം. മറ്റേ നമ്മൾ വേനൽക്കാലത്ത് പച്ചക്കറികൾ ഇതല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ പകുതി വേറെ ആവശ്യമില്ലാണ്ട് പോകും കുറെ അല്ലേ? നമ്മുടെ എനർജി കുറെ വെറുതെ പോകും. അപ്പൊ കർഷകന് കൂടുതൽ നഷ്ടമാണ്. ഇത് കണ്ടോ, 1.5 സൈസാണ് ഓരോ. നല്ല വെണ്ടയ്ക്കാണ്. ഇതിന് പ്രത്യേകിച്ച് പുഴുക്കളുടെ ശല്യം അങ്ങനെയൊന്നും കാണുന്നില്ല. ഇതേവരെ വന്നിട്ടില്ല. ഇല്ല അല്ലേ? ഇതിന്റെ ഇടയോട് ചീര ചുവന്ന ചീര അല്ലേ? ചീര കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് വിത്തായിക്കോട്ടെ എന്നുള്ള എനിക്ക് ഒന്ന് സാമ്പിൾ നോക്കാൻ വേണ്ടിട്ട് ആ വിത്ത് ഒന്ന് ഇതാക്കാൻ വേണ്ടി ഉണ്ടാവുന്നുണ്ടല്ലേ? ഇഷ്ടം പോലെ സുലഭമായിട്ടുണ്ട്. ഞാൻ നല്ലോണം പൊട്ടിച്ചിരുന്നു. ചീര വിൽക്കാറുണ്ടല്ലേ? ചീര വിൽക്കാറുണ്ട്. ചീര ഞാനിപ്പോ ഇന്നലെയും കൂടി 10-12 കിലോ ചീര വിറ്റു. 3 ദിവസം കൂടുമ്പോ 12 കിലോ ചീര ഈ ചുവന്ന ചീര മാത്രമാണോ അതോ നമ്മൾ പച്ച ഉണ്ട് അല്ലേ? പച്ച ചീര ഒക്കെ ഉണ്ട്. ഇതാണ് ഈ മോഡി കെയറിന്റെ അല്ലേ? ഇതാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞത് അല്ലേ? ഈ മോഡി കെയർ നമ്മുടെ ചെറുപ്പശ്ശേരിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്യുന്നുണ്ട്, അറിയോ? മോഡി കെയർ മറ്റേ അവിടെ ഷോപ്പുണ്ട്, ചെറുപ്പശ്ശേരിയിൽ ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് ഇത് മേടിക്കാറുള്ളത്? അങ്ങനെ അവിടെ ആണല്ലേ? അത് ശരി. അപ്പൊ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആണ് അല്ലേ? ഇതിപ്പോ നമുക്ക് കാണാലോ അല്ലേ? നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഇതാണ് പൊട്ടിക്കാത്ത
വെണ്ട. അവിടെയാണ് പൊട്ടിക്കാത്ത. ആ പൊട്ടിക്കാത്ത വെണ്ട അവിടുന്ന് അങ്ങോട്ട്. വെണ്ടയ്ക്ക് അവിടെയാണ്. അതൊക്കെ ഇനിയിപ്പോൾ നാളെ പൊട്ടിച്ച് തുടങ്ങും. അത് പൊട്ടിക്കും. നാളെ പൊട്ടിക്കും. നാളെ പൊട്ടിച്ച് തുടങ്ങും അല്ലേ? പൊട്ടിക്കും. അതേപോലെ ഇനി ഈ വെണ്ട മൊത്തം ഒന്ന് ഇത്രയാണ് വെണ്ട ഉള്ളത് അല്ലേ? ഇവിടെ വെള്ളരി ഉണ്ട് കേട്ടോ. വെള്ളരി ഉണ്ട്. വിഷു ആയല്ലോ അല്ലേ? വെള്ളരി ആവേണ്ട സമയമായോ? വെള്ളരി പൊട്ടിക്കൽ ഇപ്പോൾ ഒരു വക പൊട്ടിച്ചു. ഒരു 28 കിലോ വെള്ളരിക്ക ഞാൻ പൊട്ടിച്ചു. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാറായി പാകമായിട്ട് കിടക്കാണ്. എവിടെയാണ്? ഇതാ കാണുന്നില്ല. ആ ഉണ്ട് അല്ലേ? ആ ക്യാമറ ഒന്ന് വന്നോട്ടെ. അതിലെന്ത് ഉറുമ്പുണ്ടോ? അത് നിലത്തെ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഏകദേശം എത്ര കിട്ടും നമുക്ക്? എനിക്കിപ്പോൾ ഒരു 10-28 കിലോ ഞാൻ കൊടുക്കൽ കഴിഞ്ഞു. ആ ഇതെവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിനി കളറൊക്കെ ഒന്ന് മാറാനുണ്ട് അല്ലേ? അല്ല ഇത് പൊട്ടിക്കാറായി. ആവല്ലേ? ആ ഇതൊക്കെ ആയല്ലേ? ചെറിയ വെള്ളരിക്കാണ്. മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഏറ്റവും എളുപ്പമാണല്ലോ. കൂടുതൽ എടുത്തു വെക്കും വേണ്ട, ഒന്നും വേണ്ട, തോലും കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസത്തെ കൂട്ടാന് പാകമായി. കുമ്പർ പോലെ ചെറുതാവണ്ടേ വിഷുവിന് നല്ല ചന്തള്ള. ചെറുതാവണ്ടേ കൂടുതൽ കായ്ക്കണുണ്ട്. അത് ശരി. ഇതാണ് അതിന്റെ ഒരു സൈസ് ഇല്ലേ മാക്സിമം? അല്ലാണ്ട് മറ്റേതുപോലെ ഇങ്ങനെ പോത്താൻ സാധനമായിട്ട് വരില്ലല്ലേ? അപ്പൊ ഇങ്ങനെയാകുമ്പോ എന്താ വെച്ചാല് ഇതും ഞാൻ ഈ ആക്റ്റീവ് മാക്സും ആക്ടിവേറ്റ് തന്നെ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കണം. വേറൊരു രാസവളം ഞാൻ തൊടിച്ചു. ഇത് നമ്മളിപ്പോ ഇതുവരെ വിളവെടുത്തിട്ടില്ല. എടുത്തു 28 കിലോ വിക്കല് കഴിഞ്ഞു. അത് ശരി. ഇനിയും ഇപ്പൊ അത്രയും ഇതിന്റെ ഉള്ളിലൊക്കെ പൊട്ടിക്കാണ്ട്. അപ്പൊ നാളെ പൊട്ടിക്കാൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതല്ലേ? അപ്പൊ പാകമായത് തന്നെയാണ്. തന്നെ വലിപ്പം. ഇതേ വലിപ്പം പൊട്ടിക്കുമ്പോ ഈ വലിപ്പത്തിലാണ് പൊട്ടിക്കുമ്പോ അടുത്തത് വീണ്ടും ആ കൈവഴിയിലൊക്കെ പൂവലുണ്ടായിക്കൊണ്ട്. ഞാൻ പറയുമ്പോ ഇപ്പോ ഇതിപ്പോ നമ്മളിപ്പോ നടന്ന് കവർ ചെയ്തത് വളരെ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ഏരിയ മാത്രമേ ഉള്ളൂ. ഒന്ന് കാണിച്ച് അതിനകത്താണ് ഇപ്പൊ നമ്മള് ഇനി പറയാൻ കിടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്താണ് ഇപ്പൊ ഇത്രയും വെണ്ട ഉണ്ട്, അതുപോലെ ചീര ഉണ്ട്, വെള്ളരി ഉണ്ട്, കുമ്പളുണ്ട്, ചെരങ്ങുണ്ട്. 5 വിളകളാണ് ഇഷ്ടം പോലെ ലാഭകരമായിട്ട് ഏറ്റവും ചുരുങ്ങി. ഇപ്പൊ ഇത് സാധാരണ ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഇത് അല്ലേ? ഒരു കർഷകർക്ക് എന്നല്ല, സാധാരണ ഒരാൾക്ക് ഉണ്ടാവുന്ന സ്ഥലം. വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൾക്കാർക്ക് ചിലപ്പോൾ വെറുതെ ഇട്ട് കിടക്കും. ഈ വെണ്ടയ്ക്ക ദിവസേനയാണ് പൊട്ടിക്കണത്. ഞാൻ പറഞ്ഞ 20 കിലോ ഡെയിലിയാ പൊട്ടിക്കുന്നത്. അപ്പൊ ഡെയിലി പൊട്ടിക്കുമ്പോൾ മിനിമം കൂട്ടിയാലും 40 രൂപ വെച്ചാൽ 800 രൂപയില്ലേ? ഇത് കർഷകന് ഇപ്പൊ ഈ മറ്റുള്ള വിള ഈ വെള്ളരിയാട്ടെ ചീരയാവട്ടെ അതൊക്കെ എക്സ്ട്രാ ആണ്. അപ്പൊ ഇത് നമുക്ക് ഡെയിലി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് എന്ന് മനസ്സിലാവും നമുക്ക് ചെയ്യാനൊരു മനസ്സ് വേണം. അതെ, മനസ്സ് വേണം എന്നുള്ളതാണ്. ഇവിടെ മനസ്സ് വേണം. ഈ വേലി വെച്ചിട്ടുണ്ടോ? കറണ്ട് കൊടുത്തിട്ടുണ്ടോ? കറണ്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ല. അത് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് ഈ പന്നി വന്നിട്ട് മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് ഇതിന് കാലിലാണല്ലോ മുട്ട കയറാതിരിക്കാൻ വേണ്ടിട്ട് ഈ പന്നിശല്യം ഉണ്ടോ? പന്നിശല്യം ഉണ്ട്. ഉണ്ടല്ലേ? പന്നിശല്യം ഉണ്ട്. ഇതാണല്ലോ ഇത് പന്നിശല്യത്തിന്റെ ഇതാണ്. ഈ ചെറിയ വാഴയൊക്കെ പോയിട്ടുണ്ടല്ലോ, പോയി കുത്തി മറിച്ചിട്ടല്ലേ വെട്ടിച്ച് നിരത്തിയതാണ്. അത് ശരി. അത് രണ്ടാമത് അമച്ചു വന്നതാണ്. അത് ശരി. ഞാൻ ഇതൊക്കെ ഡ്രിപ്പാണ് കൊടുത്തിരിക്കുന്നത് വെള്ളത്തിന്റെ അല്ലേ? വെള്ളം ഇതാണ് സംഗതി. ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ഇങ്ങനെ ഒരു സിസ്റ്റം ആണ്. അതെ, ഇതാ ഓരോ പൈപ്പിൽ നിന്നും ചെറിയ തുള്ളികളായിട്ട് വന്നു വീണുകൊണ്ടിരിക്കും. ആവശ്യത്തിന് മാത്രം വന്നുകൊണ്ടിരിക്കും. തോന വെള്ളം വീഴില്ല. അപ്പൊ അതിലങ്ങനെ വന്നു വന്നണ്ടേ. ഇത് ഈ മീൻകുളത്തിലെ ഈ വേസ്റ്റ് കൊടുന്നിട്ടപ്പോൾ വന്നതാണ് ഈ ചീര. നമ്മുടെ മീൻകുളത്തിന്റെ പക്കത്തുണ്ട് ചീര. ആ ചീരയുടെ വിത്തിൽ വന്നതാണ് ഈ ചീര. എനിക്ക് തോന്നുന്നു ഇത് ചുവന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു പച്ചയാണ് നല്ലത്. പച്ചയാണ്. ചുവന്നതിന് ചെറിയ കുത്തുപുള്ളിയൊക്കെ വരും. കീടങ്ങൾ ആക്രമിക്കും. അപ്പൊ അത് ആൾക്കാർക്ക് അതൊരു വലിയ ഇതുണ്ടാവില്ല. കണ്ടില്ലേ? കണ്ടോ ഇതിന്റെയൊക്കെ പുഷ്ടിപ്പ് കണ്ടില്ലേ? ഓ, ഇത് അതന്നെ നന്നായിട്ട് ഒരു കേടില്ല. ഫ്രഷ് ആയിട്ട് ഇതിന് അല്ല നമ്മൾ ഇതിൽ അടിക്കുന്ന വെള്ളം മീൻകുളത്തു നിന്നുള്ള വെള്ളമാണ്. അല്ല, കോൾക്കിണർന്നുള്ള. നമുക്ക് ഈ മീനിന്റെ വെള്ളം അടിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നല്ല വാഴയിലേക്ക് അടിക്കുന്നില്ല. അത് ശരി. അതും കൂടി യൂസ് ചെയ്യാനുള്ളൊരു ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരി. അത് അടിച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഇത് ചെയ്യണം. ഫിൽട്ടർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് വരാൻ. അപ്പോൾ എന്തിനും നമുക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ. അത് വേണം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിനെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു പ്രാവശ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലത്തേക്ക് നമുക്കത് പിന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ കൊണ്ട് നടക്കും. ഇവിടെയൊക്കെ ഈ പുറകിലുള്ളതൊക്കെ അവിടെ കണ്ടില്ലേ? അവിടെ ഇപ്പൊ കൃഷി ചെയ്യണപ്പോ അതിന്റെ ഇടയിൽ മുഴുവനെ പുല്ല വന്നിരിക്കുന്നു. കുമ്പളങ്ങൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും എല്ലാം ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അവിടെ കണ്ടില്ലേ നമ്മള് അവിടെ പകുതി പുല്ലാണ് കാണിക്കുന്നത്. നമ്മുടെ അടുത്ത് അത്ര പുല്ല് കാണില്ല. അത് വേസ്റ്റേജ് കുറെ പോകുന്നുള്ളൂ. അത് വേസ്റ്റേജ് കുറെ പോകും. ഇത് ഈ വാഴകൾ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ഇവിടുന്ന് ഒരു ആരോഹണ ക്രമത്തിൽ ആണ് പോകുന്നത്. അവിടെ കുറെ ചെറുത്, ഇവിടെ വലുത്. സെക്കൻഡ് സെക്ഷനിൽ വെച്ചതാണ് ഈ ചെറുത്. ചെറിയ വാഴ സെക്കൻഡ് സെക്ഷൻ. ഇത് ഏതാണ് വാഴ?
ഇത് വാഴ ഈ മേട്ടുപാളയം ടൈപ്പാണ്. നമ്മുടെ നേന്ത്രവാഴയാണോ? നേന്ത്രവാഴയാണ് അല്ലേ? നേന്ത്രവാഴയാണ്. ഇപ്പൊ ഇതിലത്തെ വലുതൊക്കെ ഇപ്പൊ ഈ ഓണം ആകുമ്പോഴത്തേക്ക് ഓണത്തിന് വെട്ടും. വെട്ടാനാവുന്ന തരത്തിലാണല്ലേ? ഒരു 1.5 വർഷം, ഒരു 1.5 മാസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ കൊലയ്ക്കും. അത് ശരി. ഇതൊക്കെ കൊലക്കല് കഴിയുമ്പോഴേക്കും എന്തായാലും ഇതൊന്ന് എന്താണ്ടേ ഈ വെയിലിന്റെ കാഠിന്യാണ് ഇപ്പൊ ഈ വാഴക്കൊന്ന് ഇരുന്നത്. നനയ്ക്കുന്നുണ്ടെങ്കിലും കൂടി തെക്കൻ വെയിലിന്റെ കാഠിന്യം കൂടുതൽ കാരണം ഈ വാഴ ഒന്ന് ഇരുന്നു മാത്രം. അത് ശരി, അത് ശരി. അപ്പൊ എല്ലാറ്റിലും ഞാൻ ഡ്രിപ്പ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. കാരണം വെള്ളം കുറച്ച് എങ്ങനെ നമുക്ക് കൂടുതൽ യൂസ് ചെയ്താക്കാന്നുള്ളൊരു കൂടെയാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരി. ഈ വാഴയാണ് ഏറ്റവും അധികം തോന്നുന്നു അല്ലേ? എനിക്ക് പ്രധാനമായിട്ടും വാഴകളാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഈ നനവും പ്രധാനമായിട്ട് വാഴക്കാണോ കൊടുത്തിട്ടുള്ളത്? മറ്റേതിന് നമ്മൾ നനവ് ഉണ്ടല്ലോ, എല്ലാത്തിനും ഉണ്ടല്ലേ? പച്ചക്കറിയുടെ ഒപ്പം വാഴയും നനഞ്ഞുകൊണ്ടേയിരിക്കും. 1.25 മണിക്കൂർ കൊണ്ട് ഈ 3 കണ്ടവും ദിവസം ഒരു തവണയാണോ നമ്മൾ നനക്കുന്നത്? ദിവസം ഉച്ചരിഞ്ഞിട്ട് മാത്രമല്ല. ഒരു 5 മണിക്ക് ഇതാക്കിയ ഒരു 6-6:15 ആകുമ്പോൾ കംപ്ലീറ്റ് മോട്ടർ ഓഫ് ആക്കും. ഓഫായി കഴിഞ്ഞാൽ എല്ലാറ്റിൻ്റെയും നന ഒരുപോലെ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് വെള്ളം പ്രധാനമായിട്ട് ഈ കിണർന്നാണോ? അല്ല, കുഴൽക്കിണർന്നാണ്. കുഴൽക്കിണർന്നാണ് അല്ലേ? ഇത് ഇവിടെ ഒരു കിണർ വെറുതെ കിണറുണ്ട്. അത് ഇപ്പോൾ പെരയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെറുതെ ഒരു കിണർ കുഴിച്ചു. അതിലും അത്യാവശ്യം വെള്ളം ഉണ്ട് അല്ലേ? അത്യാവശ്യം വെള്ളം. ഇനി നമ്മളിത് ഇവിടെ പോവാണെങ്കിൽ ആണ് നമ്മുടെ മീൻകുളം മത്സ്യകൃഷി എന്ന് പറയുന്ന സംഗതി. രണ്ട് തരം വാഴകൾ വേറെയുണ്ട്. അതെവിടാ? അത് അവിടെ തന്നെ. മാങ്ങണ്ടോ? മാങ്ങണ്ടോ? മാങ്ങ കുറച്ചേ ഉള്ളൂ. ഒരു ഏണിക്ക് വെച്ചിട്ടുണ്ടല്ലോ. അത് മറ്റേതിന് ഉപ്പ് വാങ്ങിക്ക് പൊട്ടിച്ചതാ. ഇത് മറ്റേ മാങ്ങയാണോ? കണ്ണിമാങ്ങയാണോ? കണ്ണിമാങ്ങ. അത് പൊട്ടിച്ച് വിറ്റാ? വിൽക്കല്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വിൽക്കാൻ തന്നെ നല്ല ഡിമാൻഡാണ് ഇപ്പൊ. പക്ഷെ അതിനുള്ള ഇല്ലല്ലേ? എന്നിട്ട് കണ്ണിമാങ്ങ അത്ര ഇട്ടോ? കുറച്ച് വീട്ടിൽ അച്ചാർ ഇട്ടു. അതല്ലേ? ഏതാ? പുളിമാങ്ങ. പുളിമാങ്ങ ഉണ്ടല്ലേ വെക്കുക? ഇത് കണ്ണിമാങ്ങ അച്ചാറ്. അത് ശരി. ഇങ്ങനെ തന്നെയല്ലേ പോവാ പോണ്ടത്? തീറ്റ തരാൻ പറഞ്ഞു. വലിയ ഈ കുളത്തിലത്തെ വരാലിൻ്റെ തീറ്റ തരാൻ പറഞ്ഞു. അത് നോക്കി ഇറങ്ങിട്ടോ പല 2 കുളങ്ങളാണ് ഉള്ളത്. ഒന്ന് ഇവിടെ, ഒന്ന് അവിടെ അല്ലേ? ഇതാ അവിടെ. അതിൻ്റെ അപ്പുറം ഇതെവിടെ കുറേ കുമ്പളം ഇതൊക്കെ വെറുതെ ഉണ്ടായതുകൊണ്ട് അല്ലേ? കുഴിച്ചിട്ട് തന്നെയാണ് അല്ലേ? അപ്പൊ നമ്മൾ ഒരു ഭാഗം വിട്ടിട്ടില്ല. എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. ചീര ഇങ്ങനെ കാണുമ്പോൾ ചീര ഇങ്ങനെ താളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസം. കഞ്ഞിവെള്ളത്തിലൊക്കെ അല്ലേ? അതിനൊക്കെ പറ്റിയ നല്ല ചീരയാണ്. ഇവിടെ ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്നു അവിടത്തേക്കാളും നന്നായിട്ട് ഇവിടെ കയ്പല്ലേ? അതൊക്കെ നമ്മൾ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയത് തന്നെയാണ് അല്ലേ? അത് ശരി. അല്ല ഉണ്ടായത് വന്നൊന്നല്ല, ഉണ്ടായി വന്നൊന്നല്ല. ഇവിടെ എന്താണ് ഒരു ഇത് കണ്ടോ? നമുക്ക് കുറച്ചേരം ഇരുന്ന് ആടാം അല്ലേ? ഇതാർക്കാണ്? ആരാടുന്നതാണ്? അപ്പ ശശിധരേട്ടന് ആടാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? അത് ശരി. ഇത് കുറച്ചുകൂടി ഹൈറ്റ് വേണ്ടിയിരുന്നു. ഇതാണ് നല്ല തണുപ്പുണ്ട്. ഈ വെയിലിലൊക്കെ നമ്മളിങ്ങനെ പോയിട്ട് അല്ലേ? ഇത്ര കുറഞ്ഞാലേ നമുക്ക് ചവിട്ടാ. നേരെ ഒന്ന് നോക്കണോ? ഒന്ന് ആടി കാണിച്ചേ. നല്ല സെറ്റപ്പ് ഉണ്ട് ഇവിടെ അല്ലേ? ആഹാ. അപ്പൊ കൃഷി മാത്രം നല്ല കയ്യിലല്ലേ? ആസ്വാദനമുണ്ട്. അത് ശരി. നല്ല തണുപ്പുള്ള ഒരു അല്ലേ? തണുപ്പുണ്ട്. അതായത് വെയിലും കൊണ്ട് ക്ഷീണിച്ചു വരുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് എൻജോയ് ചെയ്യാൻ ഒരാട്ടം ഉള്ള ഒരു ഉപകരണമാണ് ഈ. അത് ശരി, അത് ശരി. അത് നന്നായി. എന്തായാലും ഞാൻ പറയുമ്പോ ഞങ്ങള് ഈ കിഴൂരൊക്കെ ഇതുപോലെ ചെയ്യാൻ പോയപ്പോ അവിടെ ഒരു ഗുരുസ്വാമിയുടെ വലിയൊരു ഇതുണ്ട്. അപ്പൊ ആളതില് ചെറിയൊരു വീടൊക്കെ കെട്ടി, ആളുടെ ഈ പള്ളിയായില് ചെറിയ വീടൊക്കെ കെട്ടി അതിലൊരു റേഡിയോ ഒക്കെ കൊണ്ടുവച്ച് അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള ഉപ്പ്, ചമ്മന്തി, ഈ വക സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വാഴ PS വാഴയാണ്. അതെന്താണ് വ്യത്യാസം? അത് കുറച്ചും കൂടി ഒരു 40 കിലോന്റെ മുകളിൽ ഒരു വാഴ, ഒരു വാഴ 40 കിലോന്റെ മുകളിൽ 50 കിലോന്റെ ഉള്ളിൽ. എന്താണ് പേര്? PS വാഴ. 40 കിലോന്റെ മുകളിൽ പോയിട്ട് വരും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പാലപ്പുറത്ത് പോയിട്ട് കൊണ്ടുവന്നതാണ്. നന്നായിട്ട് കണ്ടോ? ആ വാഴയ്ക്ക് വണ്ണം തന്നെ കണ്ടില്ലേ? നല്ല ഗ്രോത്ത് വരും. വേനലിന്റെ കാഠിന്യാണ് മുഖത്തേക്ക് നോക്കുമ്പോൾ. അത്രയും ചൂടല്ലേ? നല്ല ചൂടാണ്. അത് ആറ്റുതന്ത്രമാണ്.
ആറ്റുതന്ത്ര ആറ്റുതന്ത്രം. നേന്ത്ര അല്ലേ? അത് ഇതിനെക്കാട്ടും ഗ്രോത്ത് തൂക്കത്തിൽ കൂടും. അതും നല്ല 12 അടി ഉയരത്തിലൊക്കെ ഊന്നു കൊടുക്കേണ്ട സമയമായി തുടങ്ങി. അതല്ലേ? അത് ഇതെല്ലാം ഇപ്പൊ നമുക്ക് ഓണാകുമ്പോഴത്തേന് സെറ്റ് ആവും. ഇത് ഓണാകുമ്പോഴേക്കാവില്ല, ഇതാവില്ല. അപ്പൊ ഞാൻ ഈ തോട്ടില് ഈ മത്സ്യക്കുളങ്ങളുടെ വെള്ളം ഇങ്ങനെ ഒഴിവാക്കിയിരുന്നു. അപ്പൊ ആ ഒഴിവാക്കിയപ്പോ എനിക്ക് തോന്നി ഇത് നല്ല ഫലഭൂഷ്ടിയുള്ള സ്ഥലമാണ്. അപ്പൊ ശരി, നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കുമ്പളം വിത്ത് കുഴിച്ചിടാന്ന് വെച്ചു. അത് ശരി. അപ്പൊ അതാ കണ്ടോ, നല്ല കുമ്പളങ്ങയാണ്, നല്ലതാണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ കുറവാണെന്ന് ചോദിച്ചല്ല, ഇവിടെ നല്ല വലിയ കുമ്പളങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല കാമ്പുണ്ടാവില്ല. ഇവിടെയും വലിയ കുമ്പളങ്ങ ഉണ്ട്. അത് ശരി. ഉണ്ട്, ചീര ഉണ്ട്. ഇപ്പൊ ഇടവേളയായിട്ട് ചീര ഉണ്ട്. ഈ കുളത്തിന്റെ ഉള്ളിലുണ്ട് ചീര. കുളത്തിന്റെ അകത്തേക്ക് പോവാല്ലേ? അകത്ത് ചീര ഉണ്ട്. അത് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അത് ശരി. ശരി, ഇതിനകത്ത് കയറി കൂടെ? ഓ കേറാം. എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്? അടി കൂടെ നൂഴണം. അത് നൂഴാം നമുക്ക്. കിഴക്കപ്പുറത്തേ ഇവിടെ ഉണ്ട്. ഇവിടെ ചീര കാണാണ്ട്. ചീര ഉണ്ട് കിഴക്കപ്പുറത്ത്. അതുപോലെ കുളവാഴ ഉണ്ട് അല്ലേ? കുളവാഴ ഉണ്ട്. അത് ഈ ഇതിലെ വെള്ളത്തിലെ pH നിലനിർത്താൻ വേണ്ടിട്ടേ, pH ക്രമീകരിക്കാൻ വേണ്ടിട്ട് നിർത്തിയതാണ്. ഈ കുളവാഴയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താണ്? ഈ കുളവാഴ ഈ കുളത്തിൽ നിറയണ സമയത്ത് ഈ കുളവാഴയാണ് ഞാൻ ഈ വാഴ ചോട്ടിലേക്കൊക്കെ വളാക്കിയിട്ട് വെള്ളം കിട്ടുമല്ലോ അല്ലേ? അതെ. അപ്പൊ അത് വളാക്കി എടുക്കണം വെച്ചാൽ നല്ലൊരു ജൈവ വളമാണത്. അത് ഉണങ്ങി പോകുന്നുണ്ട്? അത് ഉണങ്ങി പോവല്ല ചെയ്യാം, മണ്ണിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലുള്ള വളമായിട്ടാണ് മാറുന്നുണ്ടല്ലേ? അത് വെയിൽ കൊണ്ട ഉണങ്ങി പോകും. പക്ഷേ അങ്ങനെ ഡയറക്റ്റ് എടുത്ത വഴിക്ക് നമ്മൾ മണ്ണിലേക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല പശർമുള്ള ഭൂമിയായിട്ട് മാറും. അത് ശരി. അതില് നമ്മൾ കൃഷി ചെയ്യുമ്പോ വെള്ളം 4 ഇരട്ടിയാണ്. അത് ശരി. ഇതിപ്പോ ഈ കുളം എത്ര സൈസ് ഉണ്ട്? കുളം എത്ര സൈസ് ഉണ്ട്? ഇത് 19. ഇതിൽ മീൻ ഉണ്ടല്ലോ? ഇതിൽ മീൻ ഇട്ടിട്ടില്ല, മീൻ അപ്പുറത്താണ്. ഇതിൽ മീനില്ലല്ലേ? ഇതിൽ മീനില്ല, അപ്പുറത്തേലാണ് മീൻ. ഇവിടെ കുറച്ച് ചീരുണ്ട്, പക്ഷെ ഇത് ക്യാമറ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അകത്ത് കയറണ്ട, നമുക്ക് അടുത്തോടത്ത് പോവാം. എവിടെയാണ് മീൻ? ചെറിയ കുട്ടികൾ അവിടെയാണ്, വലിയൊരു ഇവിടെ ഉണ്ട്. നമുക്ക് വലുത് കണ്ടിട്ട് ചെറുതിലേക്ക് പോവാം അല്ലേ? അതെ. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്, നമുക്ക് കയറാം. പെടണ്ടല്ലേ? ഇതാ ഞാൻ പറഞ്ഞു, ഈ കുളവാഴ ഇടുമ്പോഴേ ഇങ്ങനെ ഇത് കിടക്കൂലേ? ഉണങ്ങി പോകും. മറ്റേതല്ലെങ്കിൽ നന്നായിട്ട് ഇതിങ്ങനെ ഒരു പച്ച പിടിച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിൽ. ആണോ? പച്ചപ്പാല് വരണല്ലേ? ഇതിലിപ്പോ എന്ത് മീനുകളാണ് ഉള്ളത്? വരാല്. എത്ര സൈസ് വരെ ആയിട്ടുണ്ടാവും? എത്ര സൈസ് വരെ ആയിട്ടുണ്ടാവും? അതാ ഇപ്പൊ കാണും. ഏകദേശം ഒരു 1/2 കിലോന്റെ മുകളിൽ 3/4 കിലോന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരെണ്ണല്ലേ? ഇതൊക്കെ നമ്മൾ എവിടുന്നാണ്? ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാമുകാർ നമുക്ക് നല്ല കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി തരും. അത് ശരി. അത് ശരി. അതെ. എവിടുന്ന്? മലമ്പുഴ എന്നൊക്കെ ഉണ്ട്. മലമ്പുഴയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇറക്കി തരും. ഇതിലിപ്പോ ഏകദേശം എത്ര ഉണ്ട്? വരുന്നില്ലല്ലോ. 1500ഓളം ഉണ്ടല്ലേ? 1500ഓളം ഇതുണ്ട്. ഉച്ച ആയതുകൊണ്ടാണ് വരാത്ത? ചൂടായി കഴിഞ്ഞാലേ അതെ അതെ, വല്ലാണ്ട് അവർ വരില്ല. നമുക്ക് അടുത്തേല് നോക്കി നോക്കാം. വരണതാണ്. ഇത് നമ്മള് കുഴി കുത്തി അതില് ടാർപോളിൻ പടുതാക്കുളം എന്ന് പറയും. പടുതാക്കുളം എന്ന് പറയും. നമ്മള് കുഴി കുത്തിയിട്ട് ഷീറ്റ് ഇടുക, എന്നിട്ട് വീണ്ടും വെള്ളം നിറയ്ക്കുക. ആ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഈ എന്താ ഇതിന്റെ വേരിയേഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ മറ്റേ കുളവാഴയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ pH ഒക്കെ നിലനിർത്തി നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഉണ്ട് നമുക്കൊരു നല്ലൊരു വെള്ളം എടുക്കാൻ പറ്റും. ഇതെവിടെ ഇങ്ങനെ ഇടക്ക് വന്ന് പോകുന്നുണ്ട്. അത് ഇപ്പൊ ശരിക്കും സമയം എന്ന് പറഞ്ഞാല് 12 മണിയാണ്. നട്ടുച്ച ഭയങ്കര ചൂടുള്ള സമയമാണ്. അതെ അതെ. എന്നാ ഇനി ഇട്ട് കൊടുക്കണ്ട, കറക്റ്റ് ഇങ്ങനെ ചക്ക തന്നെ വരും അല്ലേ? അത് ശരി. ഇതിൽ നമ്മൾ ഇതുവരെ വിളവെടുത്തിട്ടുണ്ടോ? എത്ര കിലോ വരെ വന്നിരുന്നു? ഒരു മാക്സിമം 2.5 കിലോ വരെ വന്നല്ലേ? നമുക്ക് ചെറുതിൽ പോയി നോക്കിയാലോ ഒന്ന്? ആയിക്കോട്ടെ. ഓക്കെ, അതിൽ കാണുമോ നോക്കാം. ഈ ഉച്ച ആയതുകൊണ്ടുള്ളൊരു പ്രശ്നം ഉണ്ട് അല്ലേ? ഉച്ച നേരമാണ് ചൂട്. അതെ, ചൂട് കാരണം ഇറങ്ങില്ലല്ലോ അവര്. നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നല്ലേ? കാരണം വെള്ളം മുകളിൽ പതച്ചിട്ടുണ്ടാവും. നല്ല ചൂടാണ്. മറ്റേതെന്ന് വെച്ചാൽ ഇതിന്റെ വർത്താനം കേൾക്കുമ്പോഴേക്കും വരും അല്ലേ? വേഗം വരും. അവർക്ക് അറിയാം ഫുഡ് എത്തി എന്നുള്ളത് അല്ലേ? അപ്പൊ ഈ
ഈ ഉച്ച നേരം കൊണ്ടാ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ ഇവിടെ നമ്മൾ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ. അതെ, ഈ കൊറ്റി മാവ് കുറേ ഉണ്ടല്ലോ ഏട്ടാ. മാവുണ്ട് അല്ലേ? ഉണ്ട്. മാവ് കുറേ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥലത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലേ? ആ ഇവിടെ ഇവിടെ കാണാം അല്ലേ, അത്യാവശ്യം തുള്ളുണ്ടെന്ന് തോന്നുന്നു. ആ ഇവിടെ ഇങ്ങനെ ആ ഒരു സംഗതികളൊക്കെ ഉണ്ട്. തണുപ്പുണ്ട് ഇവിടെ. ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുലുക്കം കാണാം നമുക്ക്. ഇതിൽ കുട്ടികളാണല്ലേ? കുട്ടികളാണ്. അങ്ങോട്ട് മാറ്റാറായി, മാറ്റാറായി. ഇതിലും നമ്മളാ മറ്റേ വരാൽ തന്നെയാണോ? അല്ല, ഇത് വരാലല്ലോ, ഇത് വാളയാണ്. വാള അല്ലേ? വാളയാണ്. ഇത് നമ്മൾ ഇതിപ്പോ എത്ര സൈസിൽ കൊണ്ടുവന്ന് ഇട്ടതാവും? ഇത് ചെറിയ ഒരു 6 ഇഞ്ച്. 6 ഇഞ്ചിലൊക്കെ ഇട്ടാണല്ലോ. 6 സെന്റിമീറ്റർ. അത് ശരി, അത് ശരി. അത്രയും ചെറിയ കുട്ടികൾ കൊണ്ടുവന്നിട്ടാ. അത് ശരി, അത് ശരി. ഇതിന് ഒരു സൈസ് ആയി കഴിഞ്ഞാൽ അതിൽ കൊണ്ടുപോയി ഇടുകയാണോ? അതെ, ഇതിന്ന് അരിച്ച് മാറ്റി. അപ്പോൾ അവർക്ക് ഒന്നുകൂടി നീന്തി കളിക്കാനുള്ള സ്ഥലം സൗകര്യമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവർ നന്നായിട്ട് ഗ്രോത്ത് വരും ചെയ്യും. നമ്മളിതിന് എന്താണ് പെല്ലറ്റ് എന്താണ് കൊടുക്കുന്നത്? ഇതിനിപ്പോൾ പെല്ലറ്റാ കൊടുത്തുകൊണ്ടിരിക്കണം. വേറൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ പെല്ലറ്റാ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ചീര അതേപോലെ മുരിങ്ങയുടെ എല്ലൊക്കെ ഒരു കഴിക്കും, അതുപോലെ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ടല്ല. കാർപ്പ് എന്ന് പറഞ്ഞൊരു മത്സ്യമുണ്ട്. മത്സ്യമാണ് ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത്. ഇവര് തിന്നില്ല. ഇവർക്ക് കാര്യമായിട്ട് ഇത് പിന്നെ മറ്റേ മത്സ്യമാംസം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. അത് കൊടുക്കാറുണ്ടോ? വേസ്റ്റ്, കോഴി വേസ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ്. അത് എപ്പോഴെങ്കിലും കൊടുക്കുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. വേസ്റ്റ് ഇടുമ്പോൾ നമുക്ക് വൃത്തിയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. അതൊക്കെ ഫുള്ള് അവർ ഫുള്ളായിട്ട് അവർ കഴിക്കും. നമുക്ക് അങ്ങനെ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലം തന്നെ നമുക്ക് തോന്നില്ല. കാരണം അത് അവർ കഴിക്കും, മുഴുവനായിട്ടും കഴിക്കും. അതായത് കുറച്ച് ഇതുണ്ടാവും. നല്ല ടേസ്റ്റിയുള്ള മീനാണ് ഈ വരാൽ. വാളൊക്കെ ടേസ്റ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ആൾക്കാർ എന്താ വാള നെയ്യ് കൂടുതലാണെന്ന് പറയും. പക്ഷെ അത് ശരിക്കും വേണമെങ്കിൽ അത് ഫ്രൈ ചെയ്യേണ്ട മാതിരി എനിക്ക് വാളുടെ ഫ്രൈ ചെയ്യേണ്ട വിധം എൻ്റെ സുഹൃത്താണ് പറഞ്ഞത്. സത്യരാജേട്ടൻ, സ്നേഹരാജേട്ടൻ എനിക്ക് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ആ വാള വേണ്ടാതൊക്കെ പഠിപ്പിക്കുന്ന സ്നേഹരാജേട്ടനാണെന്നുള്ള അഭിപ്രായം. അതായത് വാള ഉണ്ടാക്കുക എങ്ങനെയാന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് അത് തോല് കഴിക്കുക ഉണ്ടാക്കുക എന്നുള്ളത് മൂപ്പരാണ് എനിക്ക് പറഞ്ഞത്. മൂപ്പര് ഉണ്ടാക്കി തന്നെ കാണിച്ചത്. എങ്ങനെയാണ് ആ ഒരു റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കണേ. എന്തൊക്കെയാണ് വാള നമ്മൾ വെട്ടി കഴുത്തിൻ്റെ അവിടെ കാലുവക്കും അറിയാം, മറ്റേ മുതുകത്തും അറിയാം, അങ്ങനെ അടിയിലും അറിയാം. ന്യൂസ് പേപ്പർ കൂട്ടി വലിക്കും. അല്ലെങ്കിൽ വെഴുവെഴുപ്പ് ഉണ്ടാവില്ല. പോരും. എന്നിട്ട് അതിൽ എന്തൊക്കെ മസാലയാണ് പുരട്ടണ്? മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇല്ലല്ലോ, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ പിടിച്ചിട്ടൊരു പിടുത്തം പിടിക്കും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഇങ്ങനെയൊക്കെ മസാലപ്പൊടിയൊക്കെ പരട്ടി കഴിഞ്ഞാലും എണ്ണ ചട്ടിയിൽ വെക്കുമ്പോൾ പേരിനെ ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഇതിലെ നെയ്യ് ഉണ്ടാവും. ഈ നെയ്യ് അങ്ങോട്ട് ഡ്രൈ ആവുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് വരിക. അതെങ്ങനെയാലും ഉണ്ടാവില്ല. ഉണ്ടാവും. അപ്പോൾ അതാണ് ടേസ്റ്റ്. ഇതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടില്ല. ഫ്രഷാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. മറ്റേ ചിലവരുണ്ട് കുറെ എണ്ണ കൂട്ടിയാൽ നന്നാവുന്നു, പക്ഷെ എണ്ണ കൂട്ടും തോറും പിണുപിണുന്നനെയും. ഈ രണ്ട് നെയ്യും കൂടി ആകുമ്പോഴേക്കും നമ്മൾ ഈ ഇത് എടുക്കുമ്പോൾ, ഈ മീൻ എടുക്കുമ്പോൾ അതിന് മുകളിൽ എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ ശരിയായ മീനിൻ്റെ ടേസ്റ്റ് വരില്ല. നമുക്ക് എണ്ണ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, എണ്ണ വളരെ കുറച്ചാക്കുക. കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനം 1 നമ്പർ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഇത് വാള ഒന്നും നന്നല്ലാന്നും പറഞ്ഞിട്ട് ആൾക്കാർ ഒഴിവാക്കും. അപ്പോൾ ഇപ്പോൾ ആളുകൾ വിചാരിക്കണ്ടാവും ഇത് കൃഷിദീപാണല്ലോ, ഇതിപ്പോൾ കുക്കിംഗ് ചാനൽ പോലെ ആയിട്ടുണ്ടാവും. നമ്മൾ വാളൻ്റെ നമ്മൾ പറയുമ്പോൾ അത് കൃഷിയാണല്ലോ. ചില ആൾക്കാരുണ്ട് വാളാന്ന് കേൾക്കുമ്പോഴേക്കും നെയ്യിൻ്റെ അംശം ഒഴിവാക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ വാളയെ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ബംഗാളികൾ നല്ലോണം. ബംഗാളികൾ നന്നായിട്ട് യൂസ് ചെയ്യും. അവരിത് പിടിക്കണ്ടോ വെച്ചിട്ട് എത്ര വട്ടായി എൻ്റെ അടുത്ത് വരും. അവരെൻ്റെ അടുത്ത് ഇവിടെ ബിൽഡിംഗ് പണിക്ക് വന്നപ്പോൾ ഇതെന്താ വാള വെച്ചു. അപ്പോൾ അവർക്ക് അവർ യൂസ് ചെയ്യണം വാള. അവർ നന്നായിട്ട് നമ്മളെ അയില മത്തി തിന്നുന്ന പോലെയാണ് അവർ വാള തിന്നും. അതാണ് അവരുടെ ഇഷ്ട ആഹാരമാണ് വാള. വാളയാണെങ്കിൽ അവർക്ക് വേണം.
നമ്മുടെ ആൾക്കാർക്ക് അത് വളരെ ജാസ്തിയാണെന്നുള്ള രീതി. ശശിധരൻ ചേട്ടൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടോ? ഞാനിതാ ഞങ്ങളെ ഞങ്ങൾ രണ്ട് കൂട്ടം 44 വർഷം മുമ്പത്തെ SLC ബാച്ചിൻ്റെ ഒരു പാലിയേറ്റീവ് വർക്ക് നടക്കുന്നത്. അതുണ്ട്, അതിൽ ഞങ്ങൾ ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട്. ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട്. അത് ഞങ്ങൾ ഫുള്ളി ആക്റ്റീവായിട്ടാണ് അതല്ലേ നടക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഈ മൂടിക്കാൻ അതിന്റെ പേരെന്തായിരുന്നു ചാരിറ്റി ട്രസ്റ്റിന്റെ? മറ്റേ ഇതന്നെ സാന്ത്വനം ചാരിറ്റി ട്രസ്റ്റ്. ചാരിറ്റബിൾ ട്രസ്റ്റ്. അതൊക്കെ ഞങ്ങൾ 1 വർഷമായിട്ട് ഞങ്ങൾ വാടക എടുത്തിട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് മറ്റേ നമ്മുടെ കോയാസിനോട് പറഞ്ഞപ്പോൾ കോയാസ് 4 സെന്റ് സ്ഥലം തന്നു. അവിടെ ഞങ്ങൾ നാട്ടുകാരും ബിൽഡിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബിൽഡിംഗ് കെട്ടി നല്ല കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ആയിട്ടില്ല. ഇപ്പൊ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. ആൾക്കാർക്ക് നമ്മുടെ അവിടെയൊക്കെ ചെറുപ്പളശ്ശേരി അടക്കാപ്പുത്തൂരൊക്കെ മാങ്ങോട് ഭാഗത്തൊക്കെ കിടത്തി ചികിത്സ വാക്കർ മറ്റേ ഇതുണ്ടല്ലോ വീൽ ചെയർ അങ്ങനെയുള്ള നമുക്ക് വയസ്സാം കാലത്തേക്ക് വേണ്ടുന്ന എല്ലാം ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിൽ നിന്നും ഒരാളടുന്ന് 1 ഉറുപ്പ്യ പോകും. അത് അവരറിഞ്ഞ് തന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെയാണ് ഉപകരണം, ഞങ്ങളുടെ അല്ല. അവരുടെ ഉപകരണമായിട്ട് അവർ കണക്കാക്കുമ്പോൾ അതിന് ഉയർച്ചയുണ്ട്. എത്തിയിട്ടില്ല. ഒരു 2 വർഷം മുന്നേ ഞങ്ങൾ കൊടുത്ത പക്ഷെ അവരോടൊന്നും നമ്മൾ കൊണ്ടുവന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിക്കാറില്ല. കാരണം നമുക്ക് നമ്മുടെ ഇത് ചാരിറ്റിയാണ്. അപ്പോൾ അവരറിഞ്ഞിട്ട് ആ സാധനം തിരിച്ചു വരുന്ന കഴിഞ്ഞിട്ട് നമ്മളത് വാങ്ങിക്കും. അവരെന്തെങ്കിലും തന്നു വെച്ചെങ്കിൽ ഞാൻ വാങ്ങിക്കും, തന്നില്ലേ അതും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു നമ്മളെന്തായാലും ഈ ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകണം. ഞങ്ങളെന്താ വെച്ചാൽ കഴിയുന്നത്ര രോഗികൾ ഉണ്ടാവണം നിങ്ങൾ പ്രാർത്ഥിക്കില്ല. കാരണം ഈ ഉപകരണം നടക്കല് ഇന്നത്തെ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ചില ഭാഗത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്രാസിൽ ഇതിന് റെൻ്റ് ഉണ്ട്. 1000 റുപ്യാണ് ഒരു സർജിക്കൽ കട്ടിലിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ വാടക. ഒരു മന്ത് 1000 റുപ്യാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ നമ്മൾ കണക്കൂട്ടിയില്ല. ആര് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞങ്ങൾ പറയും. നിങ്ങൾ തന്നാൽ ഇത് നിങ്ങളുടെ തന്നെയാണ്, തന്നില്ലേ എന്നാലും നിങ്ങളുടെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഒരു വീട്ടിൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അലമാരയിൽ അടിക്കുകയുണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാണല്ലോ. അതേമാതിരി നിങ്ങളൊരു ഉപകരണം ഇവിടെ വാങ്ങിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിൽ വാടക വാങ്ങേണ്ട ഒരു ആവശ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ തന്നു. അങ്ങനെയുള്ള സഹായങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാടുണ്ട്. കാരണം അത് ആൾക്കാർക്ക് ഞങ്ങൾ ആ ഒരു കെട്ടിടം കെട്ടുമ്പോഴേക്ക് തന്നെ ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾ എന്താണ് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ കെട്ടിടത്തിനുള്ള സഹായങ്ങൾ ഇനി ഞങ്ങൾക്ക് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങാൻ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് കാണുന്ന ആളുകളൊക്കെ ഇവരുടെ ചാരിറ്റിയായിട്ട് സഹകരിക്കണമല്ലോ. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? കുടുംബം? എൻ്റെ വൈഫുണ്ട്, മോനുണ്ട്, മോള് PGക്ക് പഠിക്കുകയാണ്, മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഏതായിരുന്നു എഞ്ചിനീയറിംഗ്? അവൻ ട്രിപ്പിളിയാണ്. മോള് PGക്ക് പഠിക്കുകയാണ്. MSc സ്റ്റാറ്റിയാണ് പഠിക്കുന്നത്. ഇതിപ്പോ ആരാണ് ഇപ്പൊ ഈ ഒരു സംഗതിക്ക് കൂടെ നിൽക്കാറുള്ളത്? എൻ്റെ വൈഫുണ്ട്. അപ്പോൾ അവൾക്ക് ഒരു കാലിനൊരു ചെറിയൊരു ഫ്രാക്ചർ, എന്നാലും കാര്യങ്ങളൊക്കെ കൂടെ നിർത്തിയിട്ടില്ല. കായ്ക്കറി രാവിലെ പൊട്ടിക്കാൻ ഞാനും വൈഫ് ഈ തലയ്ക്കും തുടങ്ങും. ഞാൻ അങ്ങനെ ആകുമ്പോഴാണ് 9:45 നമ്മളേക്ക് ഇത് കഴിയുള്ളൂ. കാരണം 9:45 ആകുമ്പോഴേക്കും ഈ ഷോപ്പിൽ സാധനം കൊടുക്കാൻ വഴി. വീഴത്തെ. അപ്പോൾ ഷോപ്പിൽ സാധനം കൊടുക്കാൻ വഴി. അപ്പോൾ അത് ഈ വെണ്ടയ്ക്ക പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് വേണം അടുത്ത വെജിറ്റബിൾ പൊട്ടിക്കാൻ. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും എന്തായാലും ഇപ്പോഴത്തെ വെയിലും ഒക്കെ മനസ്സിലറിയാലോ. നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കണം, എത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കാലിന് ചെറിയ ഫ്രാക്ചർ ആവുകൊണ്ട് പുറത്തേക്കാണ്. മുപ്പത്തിയാറിനാണ് എല്ലാവരും ഉണ്ടാവും. അതായത് മീനിന് തീറ്റ കൊടുക്കാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒപ്പുണ്ട്. പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം സമയത്തിൻ്റെ ഒരു പിന്നെ അപ്പോൾ എന്തായാലും തൽക്കാലം ഈ നമ്മുടെ 2 അധ്യായമായി. അപ്പോൾ ഇന്ന് അവസാനത്തെ അധ്യായമാണ്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ 2 അധ്യായത്തിൽ തൽക്കാലം ശശിധരേട്ടൻ്റെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വലിയൊരു കൂട്ടായ്മയാണ് ശശിധരേട്ടൻ്റെ കൂടെ. ഇപ്പം തന്നെ ഇവിടെ 3 പേര് ഉണ്ട്. അപ്പോൾ അങ്ങനെ ശശിധരേട്ടൻ ഒറ്റക്കൊന്നല്ല, ഒരുപാട് ആളുകളുടെ സപ്പോർട്ടോടെയാണ് ചെയ്യുന്നത്. അതുപോലെ വലിയൊരു ചാരിറ്റി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്ന വ്യക്തിയല്ല, ഒരു താല്പര്യം എന്നതിലുപരി മറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും വളരെ സക്സസ് ആയിട്ടാണ്, നിങ്ങൾ തന്നെ കണ്ടാണ്, നമ്മളിപ്പോൾ എവിടെ ഈ ഒരു വെയിലത്താണ് ഇത്രയധികം വിളകൾ നിൽക്കുന്നത്. അപ്പോൾ ശശിധരേട്ടൻ്റെ പുതിയ ടെക്നിക്കുകളൊക്കെ ഇതിൻ്റെ മുന്നത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശം നിങ്ങളെ പ്രചോദിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്.
ഇത്തരത്തിലുള്ള ആളുകളുടെ കഥകൾ കണ്ട് അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ കേട്ടിട്ട് നമുക്കൂടി പ്രചോദനം ഉൾക്കൊള്ളാം, നമുക്കൂടി ആ മേഖലയിലേക്ക് കടന്നു വരാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എന്തായാലും കൃഷിദീപത്തിൻ്റെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല, അത് തുടരുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകനുമായിട്ട് മറ്റൊരു കൃഷിദീപ കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.